24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കൊഴിയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ വരും. സുരക്ഷയുടെ ഭാഗമായി കന്യാകുമാരിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 2000-ലധികം പോലീസുകാരെ വിന്യസിച്ചു കഴിഞ്ഞു. കന്യാകുമാരിയിൽ നിന്ന് VA ഗിരീഷ് തത്സമയം ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. കന്യാകുമാരി ആവേശത്തിലാണോ? ഗുഡ് മോർണിംഗ് എസ്കെൻ. കന്യാകുമാരി ആവേശത്തിൽ എന്ന് പറയാൻ കഴിയില്ല. കാരണം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങൾ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർക്കുൾപ്പെടെ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് വിവേകാനന്ദ പാറയിലേക്ക് ഇന്നലെ മുതൽ തന്നെ സന്ദർശകരെ നിയന്ത്രിച്ചു തുടങ്ങിയിരുന്നു. വിവേകാനന്ദ പാറ ഇപ്പോൾ SPGയുടെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും. അതോടൊപ്പം കന്യാകുമാരി തീരത്തും വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളും സുരക്ഷയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 2000-ഓളം പോലീസുകാർ 8 ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ ഈ പോലീസുകാരുടെ വിന്യാസം. അതോടൊപ്പം കടലിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരം 3:55-ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് തിരിക്കും. ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരുക. 4:35 അദ്ദേഹം കന്യാകുമാരിയിലെ ഹെലിപ്പാഡിൽ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം മനസ്സിലാക്കുന്നത്. ഇവിടെയും കർശനമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം അദ്ദേഹം നേരെ പോകുന്നത് തമിഴ്നാട് PWD ഗസ്റ്റ് ഹൌസിലേക്കാണ്. ഇവിടെ കുറച്ചു നേരം തങ്ങിയ ശേഷം 5:10 അദ്ദേഹം ഈ കന്യാകുമാരിയിലെ റോക്ക് ജെട്ടിയിലേക്ക് എത്തും. ഇവിടെ നിന്ന് ബോട്ട് മാർഗം വിവേകാനന്ദ പാറയിലേക്ക് എത്തും. 5:15 അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലേക്ക് കടക്കുക. നേരത്തെ സ്വാമി വിവേകാനന്ദൻ ഇവിടെ ധ്യാനമിരുന്ന അതേ മുറിയിൽ തന്നെ, അതേ ഭാഗത്ത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധ്യാനത്തിന് ഇരിക്കുക. ഏറ്റവും വലിയൊരു പ്രത്യേകത ഇക്കാര്യത്തിൽ 2019 ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു ധ്യാനത്തിൽ പോയത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും ഒക്കെ ഇടയാക്കിയിരുന്നു. ഇത്തവണ അദ്ദേഹം ഈ ദക്ഷിണേന്ത്യയിൽ നിന്നാണ് BJP ഒരുപക്ഷെ ഈ രാഷ്ട്രീയ പ്രചരണം ആദ്യമായി തുടങ്ങുന്നത്. അത് അവസാനിക്കുമ്പോഴും അദ്ദേഹം ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും അറ്റത്തുള്ള മുനമ്പ് ധ്യാനത്തിനായി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് ഈ അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം അവസാനിക്കുന്ന ആ സമയത്ത് തന്നെ അദ്ദേഹം ധ്യാനത്തിലേക്ക് കയറുന്നു. നാളെ നിശബ്ദ പ്രചരണം, നാളെയും അദ്ദേഹം ഇവിടെ തന്നെ തുടരും. മറ്റന്നാൾ വോട്ടെടുപ്പാണ്. അതിനുശേഷം മറ്റന്നാൾ വൈകുന്നേരത്തോടുകൂടി മാത്രമേ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ നിന്ന് തിരിച്ചു പോവുകയുള്ളൂ. ഏതായാലും വലിയ തരത്തിലുള്ള പരാതികൾ കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. കാരണം ഈ പരസ്യ പ്രചരണമൊക്കെ ഒഴിഞ്ഞ് നിശബ്ദ പ്രചരണം നടക്കുമ്പോൾ 48 മണിക്കൂർ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ, മാധ്യമങ്ങളുടെ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർത്തിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അക്കാര്യത്തിലൊന്നും തുടർ നടപടി ഉണ്ടായില്ല. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനായി എത്തും. താങ്ക് യു ഗിരീഷ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.